ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഞാൻ ഇന്ന് വ്ളോഗ് ഇടാത്ത കാരണം എന്താ അറിയോ? ഞാൻ ഡെയിലി വ്ളോഗാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇന്ന് വ്ളോഗ് എടുക്കണില്ല. ഇനി ഞാൻ സ്റ്റോറി വരാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ. ഒറ്റ മൈനേനെ ഇങ്ങനെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു ഓരോരുത്തർ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അത് റിയലാണോ എന്തോന്നൊന്നും അറിയില്ല. ഇന്ന് ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ ഉണ്ടല്ലോ, ഒരു ഒറ്റ മൈനേനെ കണ്ടിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു മൈനേനെ റോഡ് സൈഡിൽ കണ്ടിരുന്നു. അത് കാരണമാണോ ഇത് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. നിങ്ങൾ എന്തായാലും കഥ മുഴുവനായിട്ട് കേട്ടോ കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കസിൻ ചേച്ചീൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷർട്ടും പാൻറ്റും പിന്നെ മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ടൗണിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തത് കേട്ടോ. നാളെയാണ് കല്യാണം. രാവിലെ പുലർച്ചയ്ക്ക് എണീറ്റ് പോകണം. അപ്പോൾ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വൈകുന്നേരം പോയത് ടൗണിക്ക്. ചെറിയൊരു കർമ്മയൊക്കെ മുടി കിടക്കണ്ടായിരുന്നു. ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് നല്ല കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചു വരികയായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കളിയും തമാശയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. ഞങ്ങളെ ടൗണിൽ പോയാലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ. പോകുന്ന വഴിക്കാണ് റോഡിന് സൈഡിൽ ഒരു ഒറ്റ മൈനേനെ കണ്ടത്. ഞാനൊന്ന് വീടിൻ്റെ അടുത്ത് പറഞ്ഞേ, അത് ഒറ്റ മൈനയാണല്ലേ. ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടോ, എന്താ ഇങ്ങനെ പറയുന്നുണ്ട്, ഒറ്റ മൈനയെ കണ്ട എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കും. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഒറ്റ മൈനയെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കും എന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഇവനും വിശ്വാസമായില്ല. പിന്നെ എനിക്കും അധികം വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മറ്റേ മൈനയെ കണ്ടപ്പോൾ എനിക്ക് ഓവർ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ആയിട്ടോ എനിക്ക് അതിൽ ഓവർ വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. പാട്ടൊക്കെ കേട്ടിട്ട് ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചും കളിച്ചും ഇങ്ങനെ സ്റ്റാൻഡിൽ പോയിരുന്നു. അത് ബസ് കയറിയപ്പോൾ എനിക്ക് ബാക്ക് സീറ്റിൽ ഒരു ഒഴിവുള്ള സീറ്റ് കിട്ടി. ഇവനും ഫ്രണ്ടിലല്ല, ഒരു സെൻറ്ററായിട്ടുള്ള സീറ്റിൽ ഇവനും പിന്നെ അതിൻ്റെ അപ്പുറത്തോ വേറൊരു പെണ്ണുണ്ടായത്. ഇവനങ്ങനെ ഇരുന്ന് ഞാൻ ബാക്ക് സീറ്റിലാട്ടോ ഇരുന്നത്. ബാക്ക് സീറ്റ് ജനലിൻ്റെ ഭാഗത്ത് വേറൊരു ചക്ക ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ ഇരുന്നത്. മനസ്സിലാവുമല്ലോ, ബാക്ക് സീറ്റിൽ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് മറ്റേ ചെക്കൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞേക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണ്ടിയില്ല. ആ മൂപ്പര് ഇങ്ങോട്ട് മൈൻഡാക്കിയില്ല. മൂപ്പര് കയ്യിലൊക്കെ ഫോട്ടോ എടുത്തതിൻ്റെ ഇതൊക്കെ ഉണ്ട്, വര ഇങ്ങനെ ഉണ്ട്, ചൂണ്ടുകാരിൽ ഇങ്ങനെ വരയുണ്ട്. എന്നെക്കാട്ടി മൂത്താണെന്ന് എനിക്ക് മനസ്സിലായിക്കണേ. ഞാൻ ചോദിച്ചു, ഞങ്ങൾ റോഡിന് സൈഡിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്തെ മലയൊക്കെ കാണും, മണിക്കുമലയൊക്കെ കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടി നിന്നാ, ബ്രോ ആ മണിക്കുമലയൊക്കെ നോക്ക്, അതിൻ്റെ മേലേക്കൊക്കെ ഇറങ്ങി കുറച്ച് നല്ല പാടായിരിക്കില്ല, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് പോലെ അങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടി നിന്നാ കേട്ടോ. പിന്നെ എനിക്കെന്തായി, അല്ല വേണ്ട, എന്നെ മൈൻഡാക്കില്ല, ഞാൻ അങ്ങോട്ട് മൈൻഡാക്കാൻ പോകുന്നില്ല, അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ മൊബൈൽ എടുക്കണം വിചാരിച്ചാൽ എൻ്റെ മൊബൈലെടുത്ത് പാട്ട് കേൾക്കണം, റീൽസ് കണ്ടിരിക്കണം, അവിടെ എത്തുന്ന വരെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് പിന്നെ അതിനും തോന്നിയില്ല. ബസ്സിൽ കയറുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മൊബൈലിൽ നോക്കി നിൽക്കും, പ്രകൃതി ഭംഗി ആസ്വദിക്കണില്ല, വേറെ ആരും ഇങ്ങനെ നോക്കണില്ല, ഫുള്ളും മൊബൈലിൽ തന്നെ അഡിക്റ്റ് ആയ പോലെ ഇങ്ങനെ ആവും. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ റീൽസ് കണ്ടില്ല, മൊബൈലിൽ വേറെ ഒന്നും നോക്കിയിട്ടുമില്ല. അങ്ങനെ പുറത്തേക്ക് നോക്കി മലേൻ്റെ ഭാഗമൊക്കെ നോക്കിയിട്ട് കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് കാറ്റിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ഒരു വളവിൽ ഒരു ടൂറിസ്റ്റ് അല്ല എന്തായിരുന്നു ബസ് വന്ന് നമ്മൾ കുറുകാൻ ടൂറിസ്റ്റിൻ്റെ ഒരു വെള്ള ബസ് ഉണ്ടായിരുന്നു, കുറച്ച് വലുത്. ഞങ്ങളെ ബസ് പ്രൈവറ്റ് അല്ലേ, പബ്ലിക്കോ? വേറെ ടൗണിൽ നിന്ന് വേറെ ടൗണിൽ പോകുന്ന ബസ്സില്ലേ, പ്രൈവറ്റാണോ പബ്ലിക്കാണോ എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്കറിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ മറന്നുപോയി. പ്രൈവറ്റ് ആയിരിക്കും, പബ്ലിക് ഒരു നീല ബസ്സില്ലേ, KSRTC അല്ലാത്ത ബസ്, ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കും അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കും കേട്ടോ. പബ്ലിക് മീൻസ് കുറേ സ്ഥലത്തേക്ക് പോകണേ, പ്രൈവറ്റ് മീൻസ് നമ്മളെ ഉൾപ്രദേശത്തേക്ക് ഇങ്ങനെ കറങ്ങണ ബസ്. അതാണ്, അങ്ങനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഒരു ബസ് കുറേയൊക്കെ ചാടി. നല്ല വളവായിരുന്നു. കൽപ്പറ്റ പോകുന്ന ഭാഗത്ത്. കൽപ്പറ്റ പറഞ്ഞാൽ വയനാടിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലമാണ് കൽപ്പറ്റ ടൗൺ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡിലാണ് ഈ സംഭവം നടന്നത്. ഒരു വളവുണ്ട് കേട്ടോ. ഒരു വളവ് വെച്ചാൽ ഒരു വയനാട് ചുരത്തിലൊക്കെ ഉണ്ടാവണമല്ലേ, അതേപോലത്തെ ഒരു കുത്തനായിട്ടൊരു വളവ്. ഞങ്ങളുടെ ബസ് അങ്ങനെ നേരെ ഇങ്ങനെ വളച്ച് പകുതി എത്തിയപ്പോൾ പെട്ടെന്ന് വേറെ ബസ് അങ്ങോട്ട് അങ്ങോട്ട് ചാടി. ബസ് അതിൻ്റെ സെൻറ്ററിൽ പോയി ഇടിച്ച്. അത്രയ്ക്ക് പരിക്കൊന്നും പറ്റിയില്ല, ബസ്സിനെ അത്രയ്ക്ക് പരിക്കൊന്നും പറ്റിയില്ല. ഞാൻ ഇടിച്ച് ഫിനിഷ് നോക്കിയ ഞാൻ കൊല്ലം കഴിഞ്ഞ് മൈനേനെയും കണ്ട് പിന്നെ സംഭവിച്ചെന്ന് ഞാൻ അപ്പം തന്നെ വിചാരിച്ചു കേട്ടോ. പക്ഷെ സംഭവിച്ചത് എന്താ അറിയോ, ബസ് ചെറുതായിട്ട് ഇടിച്ചുള്ളൂ. ഭാഗ്യത്തിന് ചെറുതായിട്ട് ഇടിച്ചുള്ളൂ. ആ ബസ്സിന് ഒരു പരിക്കുണ്ടായില്ല, ഈ ബസ്സിന് ഒരു പരിക്കുണ്ടായിട്ടില്ല. ഞാൻ അപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മൈനേനെ കണ്ട്, അപ്പോൾ അതായിരിക്കും അത്, ഒറ്റ മൈനേനെ കണ്ട്
അപ്പോൾ അതിൻ്റെ കുഴപ്പമായിരിക്കും അത്. ഞാൻ ആലോചിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് ചെറുതായിട്ട് ഇങ്ങനെ ചിരിയൊക്കെ വരിക. എന്താ അറിയില്ല, അത്രയും ഡേഞ്ചറായ സംഭവം നടന്നിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ചിരിയൊക്കെ വരിക. ഇങ്ങനെ ഞാൻ എങ്ങനെ അറിയാം അവിടെ നിന്നത്. മൈനേനെ കണ്ടു ഞങ്ങൾ, ഒറ്റ മൈനേനെ. അപ്പോൾ അതായിരിക്കും ഇതൊക്കെ സംഭവിച്ചത്. ചിരിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, ചിരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. മൈനേനെ കണ്ട അതന്നെ വയൽ വരുന്ന വെച്ചാൽ അതന്നെ വയൽ. എടാ നമുക്ക് കുറച്ച് സൗണ്ട് ഇറക്കി അവൻ എന്തൊക്കെ കോമഡി റീല് വെച്ചിട്ട് ആദ്യമൊക്കെ സൗണ്ടൊക്കെ വെച്ചിട്ട് ചിരിപ്പിക്കുക ഇങ്ങനെ. അപ്പം ഞാൻ നന്ദുവിനെ ഒരു നോട്ടം നോക്കിയിട്ട് നന്ദുവിൻ്റെ ഇവനൊരു നോട്ടം നോക്കിയിട്ട്, ഇവൻ ഫ്രണ്ട് സീറ്റിലായിരുന്നു, തറ്റത്തായിരുന്നു ഉണ്ടായത്. ഇവനൊരു നോട്ടം നോക്കിയിട്ട് ഞാൻ ഒരു ആക്ഷൻ കാട്ടി. കഴിഞ്ഞ് അങ്ങനെ ഒരു ആക്ഷൻ കാട്ടിട്ടോ. മൈനനെ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കണ്ട്, പിന്നെ ഞാൻ ഇവനും കാണിച്ചു കൊടുത്തു. ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ടൗണിൽ പോകും, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒന്നിച്ച് സംഭവിക്കട്ടെ, അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ സംഭവിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇവനും കാണിച്ചു കൊടുത്തു മൈനേനെ. ഡ്രൈവറൊക്കെ പുറത്തേക്ക് തലയിട്ടിട്ട് മൂപ്പര് എന്തൊക്കെയോ ചീത്ത വിളിക്കുക, കണ്ടക്ടറൊക്കെ എന്തൊക്കെയോ പറയുക. ബസ്സിലുണ്ടായ എല്ലാവരും പുറത്തേക്ക് തല എത്തി നോക്കുക, ബസ്സിന് എന്ത് സംഭവിച്ചതെന്ന് എത്തി നോക്കുക. ടൂറിസ്റ്റിലുണ്ടായ ബസ്സിലത്തെ ചങ്ങായിമാരും പുറത്തേക്ക് എത്തി നോക്കിയിട്ട് എന്തൊക്കെയോ റോങ് ഇട്ടിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ അതൊന്നും ശ്രദ്ധിക്കണില്ല. ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മൈനേനെ കണ്ട്, ഒറ്റ മൈനേനെ കണ്ട് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ടാണ്. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ടുണ്ടല്ലോ. ഞാൻ ചിരിക്കണമാണ്. ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ നോട്ടണം, എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒച്ചത്തിൽ ചിരിച്ചോണ്ടില്ല. ഞാൻ ചെറുതായിട്ട് ഞാൻ ബസ്സിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു റിയാക്ഷൻ മാത്രം. അങ്ങനെ മൈനേനും വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ടൗണിലെത്തിയിട്ട് നടന്ന് ഞങ്ങളങ്ങനെ ആ കടയിലെത്തി. ഏത് കട? തുണിക്കടയിലെത്തിയിട്ട് ഫസ്റ്റ് ഒരു പാൻറ് എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. പക്ഷെ അത് എന്താ അറിയില്ല, ആരെയൊക്കെ കുറച്ച് വലുതായിരുന്നു ആരെയൊക്കെ. അത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് തികയണില്ല. പാള പോലെ ഉണ്ടായിരുന്നു ആരെയൊക്കെ, പാള പോലെ ഒരുമാതിരി ചാക്ക് എടുത്തിട്ട പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൊടുത്ത് പിന്നെ വേറെ പാൻറ് മേടിച്ച്. ആ പാൻറ് എനിക്ക് അടിപൊളി തോന്നിയിട്ട്, അത് അടിപൊളി പാൻറ്റായിരുന്നു. എനിക്ക് ആ പാൻറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊരു ഇതുണ്ടായിരുന്നു, പാൻറ് അടിപൊളി ആവണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ പാൻറ്റിൻ്റെ സെൻറ്ററിൽ കൂടെ മറ്റേ ഇതല്ലേ എന്താ അതിൻ്റെ പാൻറ്റിൻ്റെ നടുഭാഗത്ത് മുട്ടിൻ്റെ ഭാഗത്ത് തുന്നിയ പോലെ ആക്കിയിട്ട് സൈഡിലൊക്കെ എന്തൊക്കെയോ മുത്ത് പോലത്തെ സാധനം, എന്തോ സിൽവറിൻ്റെ എന്തൊക്കെയോ ത്രികോണത്തിലുള്ള മുത്ത് പോലത്തെ സാധനം, കുറുത്തൊരു മുത്ത് പോലത്തെ സാധനം, ഒരുമാതിരി റൗഡികളെ ലുക്ക് പോലത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു പാൻറ്. പിന്നെ അത് മേടിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ഞാൻ ആ പാൻറ് അവിടെ വെച്ചിട്ട് വേറൊരു പാൻറ് മേടിച്ച്, ഒരു ചെറുതായിട്ടൊരു പച്ച കളർ പോലെ ഉള്ളതും ചെറുതായിട്ടൊരു സ്ക്രാച്ചൊക്കെ ഉള്ള ഒരു പാൻറ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ആ പാൻറ് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഇസ്തിരി ഇട്ട് സെറ്റാക്കി വെച്ച കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച പാൻറ്, നാളെ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ച പാൻറ്. ഇതുണ്ടോ സ്ക്രാച്ച് കുറച്ച് കണ്ട് ട്രെൻഡ് ആവട്ടെ എന്ന് ഞാനൊക്കെ, എന്ത് വെറുതെ കുറച്ച് പോലെ തന്നെ ട്രെൻഡ് ആവണ്ട, അതേപോലെ തന്നെ ഞാനും ട്രെൻഡ് ആവട്ടെ. ഭയങ്കര വാള കേട്ടോ, ഞാൻ വിചാരിച്ചില്ല ഇതേപോലത്തെ പാൻറ് കിട്ടുന്നു. ഭയങ്കര വാള വെച്ചാൽ ഭയങ്കര വാള. ഒരു കയ്യിൻ്റെ ഈ മുട്ടിൻ്റെ ഭാഗം മുതൽ ഈ ഇവിടെ വരെ ഉണ്ട്, ഇതുണ്ടോ ക്ലിയർ ഇവിടെ വരെ. നിങ്ങളെ കയ്യിലൊന്ന് നോക്കി നോക്കി, നിങ്ങളെ കൈ എടുത്തിട്ട് ഇങ്ങനെ നോക്കി നോക്ക്, ഇവിടെ നിന്ന് ഇവിടെ വരെ ഓക്കെ. ഇതൊന്ന് നോക്കിക്കോ, ഇത്രയ്ക്കും പാടുള്ള പാൻറ്. ഇത് വേണം എനിക്ക് നാളെ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ കേട്ടോ. ഇത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ബസ്സിൽ അങ്ങോട്ട് കയറുമ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ, പാള പാൻറ്റും പിന്നെ എൻ്റെ നല്ല സിൽവറിൻ്റെ ഷൂ ഈ റൂമിലാണ് ഉണ്ടായത്. ഈ റൂമിൽ പൂച്ചക്കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ ആ ഷൂ ഏട്ടൻ്റെ റൂമിൽ വെച്ചിരിക്കുക. ഏത് സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തുള്ള റൂമിൽ വെച്ചിരിക്കുക. പൂച്ചക്കുട്ടി പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടു മൂന്നല്ല ഒരാഴ്ചയായിട്ടായി പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ണോർന്ന് പുറത്തേക്ക് നടക്കാനായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും, പൂച്ചക്കുട്ടീനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കും. എന്ത് രസം അറിയോ, ചെറിയ കുട്ടികളൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ കളിപ്പിക്കാൻ. ഇപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ പറയണമെന്ന് എനിക്കില്ലായിരുന്നു. പിന്നെ ആ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റോറി ഈ ടൈമിൽ പറയണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ മൈനേനെ കണ്ടത് ഞാൻ മറക്കൂല. ഞാൻ ഒറ്റ മൈനേനെ ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഞാൻ ആ വഴിക്ക് പോവില്ല. എങ്ങോട്ട് പോവുക വെച്ചാൽ അങ്ങോട്ട് ഞാൻ പോവില്ല. ഇന്ന് തന്നെ മതിയായിരിക്കണം. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരെയും കാണിച്ചു കൊടുക്കും. മൈനേനെ ഞാൻ അവർക്കും കാണിച്ചു കൊടുക്കും. ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ.
ഞാൻ കണ്ട മൈനിനെ അവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. അതായിരിക്കും നല്ലത്. അതാണ് എനിക്ക് ഒറ്റയ്ക്ക് മാത്രമല്ലല്ലോ ഇറിറ്റേഷൻ ഉണ്ടാവുക, അവന്മാർക്കും ഉണ്ടാവുമല്ലോ. മൈനനെ കണ്ടൊരു ഇത് ചെറിയ പാനിക് പോലെ. ഇതിപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 12:45 ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ നാളെ രാവിലെ ആകുമ്പോൾ ഉണ്ടല്ലോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ നാളെ രാവിലെ സ്പെഷ്യൽ. കാരണം എന്താണെന്ന് അറിയോ, കല്യാണമല്ലേ, പോണ്ടേ, ഉഷാറാക്കണ്ടേ, ഡാൻസ് കളിക്കണ്ടേ, വ്ളോഗ് എടുക്കണ്ടേ, ഡാൻസ് കളിക്കണൊക്കെ വ്ളോഗ് എടുക്കണ്ടേ. ചാർജും പിന്നെ സ്റ്റോറേജും എല്ലാം അങ്ങോട്ട് നിറച്ചങ്ങ് വെക്കണ്ടേ. നിറച്ച് വെക്കാനല്ല, എല്ലാം അങ്ങോട്ട് ഒഴിവാക്കി ക്ലീനാക്കി സെറ്റാക്കി സ്റ്റോറേജൊക്കെ കുറേ ആക്കി വെക്കണ്ടേ. നാളെ ഇഷ്ടംപോലെ എടുക്കാനുള്ളതല്ലേ. ബിരിയാണി ആണോ എന്തോന്നും അറിയില്ല. ബിരിയാണി കഴിക്കുന്നതും അവിടെ താലി കെട്ടുന്നതും അത് കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുള്ളതല്ലേ നമുക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഒന്നും പറയണില്ല. ഇവിടുത്തെ നമ്മളെ സ്റ്റോറി ഇവിടെ വെച്ച് എന്താക്കാണ്, മൈനനെ കണ്ട സ്റ്റോറി ചെറിയ സ്റ്റോറിയുള്ളൂ. ഇപ്പോൾ കടന്നുറങ്ങിയിട്ട് വേഗം എഡിറ്റ് ചെയ്യാനുള്ളതാണ്. കടന്നുറങ്ങണം. രാവിലെ എത്ര മണിക്കറിയോ പോണത്, എത്ര മണിക്കറിയോ, ഇവിടുന്ന് കോഴിക്കോട് എത്തണം, വയനാട്ടിൽ നിന്ന് കോഴിക്കോട് എത്തണം. രാവിലെ 6 മണിക്ക് എണീക്കണം, 5 മണിക്ക് എണീക്കണം, എന്നാലാണ് കാര്യം നടക്കുള്ളൂ. പിന്നെ 6 മണിക്ക് ഒരുങ്ങിയിരിക്കണം. ബസ് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞത് 6 മണി കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും റെഡിയായി ഇന്നോളി, 7 മണീൻ്റെ ഉള്ളിൽ ബസ് വരും, അപ്പോൾ കയറി പോകാനുള്ളതെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ അന്തരിച്ച്. ഇത്ര പുലർച്ചയ്ക്കൊക്കെ പോയിട്ട് എത്ര ആൾക്കാരറിയാം, ഈ വീട്ടിൽ എത്ര ആൾക്കാരറിയാം ഒരുങ്ങാനുള്ളത്. കുളിക്കണം, ഡ്രസ്സ് മാറ്റണം, മേക്കപ്പ് ചെയ്യണം. മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കിങ്ങിണിയൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ്, എൻ്റെ അനിയത്തി കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഫേഷ്യൽ വെച്ചാൽ മുഖത്ത് ക്ലീനപ്പ് ചെയ്തെന്നൊക്കെ പറയണ്. അതിന് എത്ര 500 രൂപയൊക്കെ ആയിന്നൊക്കെ പറയണ്. എന്താലേ ഇപ്പോൾ നമ്മളൊക്കെ നോക്ക്, ഇതൊക്കെ ഞാനൊക്കെ നോക്ക്, ചെറുതായിട്ട് മുടി കെട്ടി ഒരു പാൻറ് മാത്രം എടുത്ത്, ഇവന് ഷർട്ട് എടുത്ത്, ഞാൻ ഇന്ന് പോയപ്പോൾ ഒരു പാൻറ് മാത്രം എടുത്ത്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. നമുക്കതൊക്കെ ധാരാളം. അപ്പോഴും നമ്മളൊക്കെ ചുള്ളൻ തന്നെയല്ലേ. പെണ്ണുങ്ങൾ മേക്കപ്പ് ചെയ്തിട്ട് നല്ല രസമുണ്ടെന്ന് പറയാം, ആണുങ്ങൾ മേക്കപ്പ് ചെയ്യാതെയും എന്ത് മൊഞ്ച് നോക്ക് അല്ലേ. ഇത് മൊഞ്ച. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാൻ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളാദ്യം നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, അതാണ് മെയിനായിട്ട് വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വിചാരിക്കും, എൻ്റെ മുടി ചെറുതാണ്, എന്നെ കാണാൻ രസമല്ല, കുരുവൊന്തിരിക്കണം, ഒരുമാതിരിയാണ്, മീശയുണ്ട്, ദാടിയുണ്ട്, ഒരുമാതിരി മുടി ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങനെ വിചാരിക്കണ്ട. അതൊക്കെ ദൈവം തന്നതാണ്. അപ്പോൾ നിങ്ങൾ ദൈവം തന്ന എന്ത് സാധനവും അതിനാദ്യം സ്നേഹിക്കാൻ പഠിക്കുക. ഓക്കെ, നമ്മൾ തന്നെ സ്നേഹിച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ ഓർത്തോളി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോറി ഇവിടെ എൻ്റെ ആക്കുകയാണ്. ഇനി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നേരത്തെ എഡിറ്റ് ചെയ്യണം, നേരത്തെ കടന്നുറങ്ങണം, രാവിലെ പുലർച്ചയ്ക്ക് എണീക്കാനുള്ളതാണ്. ഉറക്കമില്ലെങ്കിൽ അറിയാമല്ലോ, ബസ്സിൽ നിന്ന് ഉറങ്ങേണ്ടി വരും. നമ്മളെ സ്റ്റോറി ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. ഈ മൈനേൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളൊരു സക്സസ് ആവാനുള്ളതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത കിടുക്കാച്ചി വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബായ്. ഇപ്പോൾ പറയണം, എനിക്കിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്കിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുക. ഇപ്പം എന്താ ചെയ്യുക, കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കഥ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കാര്യം നടക്കില്ല. എഡിറ്റിങ് ചെയ്യണം, അപ്ലോഡും ചെയ്യണം, അതൊക്കെ ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പം തന്നെ ചെയ്യണം. ഇപ്പം തന്നെ ചെയ്യണം. ഇപ്പോൾ 1 മണി ആവാനായി തോന്നുന്നു. സമയം എത്രയായി? 1 മണി. ക്ലിയർ 1 മണി ആയിട്ടുണ്ട്. എഡിറ്റെല്ലാം കഴിയുമ്പോഴത്തേക്കും 2-3 മണിയാവും. അത് കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടുന്ന് മൈൻഡ് ചെയ്യാണ്. എൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണം. ഓക്കെ, ബൈ.